So, welcome to the next day of Oman road trip. Good morning. Very good morning. It's day 2 in Oman. Second day. Yes. എന്താക്കുന്നേ എവിടെ പോയിട്ട് വന്നേ? Restaurant. No restaurant nearby. I found only one restaurant. അവിടെയെന്ന് വെച്ചെങ്കിൽ ഇത് ഗംഗ റെസ്റ്റോറൻറ്റ്, തമിഴ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ, എന്തൊക്കെ എങ്ങനെ ഇങ്ങനെ. അപ്പോൾ there are many restaurant എന്നല്ല പറഞ്ഞു തമിഴിൽ. ബട്ട് തിങ് ഇസ് ഇന്ന് ഈദ് ലുലു ഓപ്പൺ ഇല്ല. 2 മണി എന്തോ ആവുമല്ലോ ആഫ്റ്റർനൂൺ കഴിഞ്ഞു. അങ്ങനെ പെട്രോൾ പമ്പ് പോയിട്ട് എന്താക്കി വേണ്ട കുറച്ച് സാധനമെല്ലാം ഞാൻ അവിടെ വാങ്ങി. അവിടെ ഗ്രോസറി ഉണ്ട് ഷെല്ലിൽ. ബാക്കിയുള്ളത് നേരെ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നിന്. പക്ഷെ അത് എന്തിനു തുറന്നേന്ന് അറിയോ? എന്തിന്? അതിന്റെ ബേസ്മെന്റിൽ റെസ്റ്റോറന്റ് ഉള്ളതുകൊണ്ട് ഓർക്കും വേണ്ടിയിട്ടാണ് ഓർ തുറന്നത്. ഹബീബേ കം ടു ദുബായ്. എന്ത് പറഞ്ഞു? We checked out from the hotel and we started our second day journey. Okay, let's leave. Say hi, Jan. Hi guys. Okay. നമുക്ക് എല്ലാവരും വിചാരിക്കും ഞാൻ ഫോഴ്സ്ഫുള്ളി വ്ളോഗ് എടുത്തുകൊണ്ടുള്ളത്. പക്ഷെ ഈ വ്ളോഗ് എടുക്കേണ്ട ഐഡിയ തന്നത് എൻ്റെ ഓനാണ്. ആസ് വി പ്ലാൻഡ് നോ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞങ്ങൾ സെലക്റ്റീവ് പ്ലേസസിന് പോകുന്നില്ല. വി ആർ ജസ്റ്റ് എക്സ്പ്ലോറിങ് എവറിവെയർ. റൈറ്റ് നൗ ഞങ്ങൾ റിയാം ഹോട്ടലാണ്. റിയാം ഹോട്ടലിലുണ്ടായത്. റിയാം ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ദർ ഈസ് എ കോർണിഷ്. നല്ല പാങ്ങുണ്ട്. ഐ വിൽ ഷോ യു ദ വ്യൂ നൗ. ഇത് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് മുത്ര കോർണിഷ്. ഇറ്റ്സ് നിയർ ടു സുൽത്താൻ കബൂസ് ഫോർട്ട്. ഫുൾ മുത്ര കോർണിഷ്, മുത്ര സൂക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം. സപ്പോർട്ട് വെക്കുന്നു. ഞാൻ നേരത്തെ ഇവിടുത്തെ വരെ വന്നിട്ടില്ല, ആടെ വന്നില്ല. വാട്ട് ഈസ് ദിസ്? മാപ്പ് നോക്ക്. എന്ത് ചിലപ്പോൾ ഹെറിറ്റേജിൻ്റെ എന്തെങ്കിലുമായിരിക്കും. സോ ഇതാണ് മസ്കറ്റ് ഗേറ്റ് മ്യൂസിയം ആൻഡ് ഗാർഡൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കീഞ്ഞിട്ട് കുറച്ച് പിക്ചേഴ്സ് എല്ലാം എടുത്ത് കണ്ട. ഞങ്ങൾ പറഞ്ഞ പോലെ ലൈക്ക് എക്സ്പ്ലോർ ആക്കി എത്തുമ്പോൾ അടുത്ത് നാഷണൽ മ്യൂസിയം ഉണ്ട്. നാഷണൽ മ്യൂസിയത്തിലേക്ക് എത്തി. സോ ഞങ്ങൾ നാഷണൽ മ്യൂസിയം പോകാൻ പോകുന്നത് എന്ത് കഥ? പറയാനൊന്നുമില്ല പ്രത്യേകിച്ചിട്ട്. പക്ഷെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടിപൊളി കൾച്ചർ, ഒമാനി കൾച്ചറും. ഞമ്മ ഇവിടെ ഒരു ടീമിൻ്റെ അടുത്ത്, ഒരു ഒമാനി ബോയ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് തരുവാണ്. അങ്ങനെ മാഷാഅല്ലാഹ് ഫോട്ടോ എല്ലാം എടുത്ത് തന്നു. അടിപൊളി ഫോട്ടോസ് എല്ലാം എടുത്ത് തന്നു. ഫോട്ടോസ് എടുത്ത് ഞാൻ ഓരോ ഫോണിലെടുത്തിട്ട് ഞങ്ങൾക്ക് എയർ ഡ്രോപ്പ് ആക്കി തന്നു. എന്നിട്ട് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും പെർക്ക് വന്നിട്ട് ബേച്ചിട്ട് പോയാൽ മതി. എന്താക്കാൻ ആഗ്രഹമെല്ലാം ഉണ്ടായി, വലിയ വലിയ ആടെല്ലാം ഇങ്ങനെ മുന്നിൽ വെച്ച് തീർന്നിട്ട്. പക്ഷെ നമ്മൾ കൊണ്ട് പറ്റൂല. അങ്ങനെ പറഞ്ഞല്ല, മാഷാഅല്ലാഹ് നല്ല. ഇപ്പം നമ്മളെ ഒരു നാടൻ രീതിയിൽ അതേ ഇതന്നെ കൾച്ചറും വെച്ചിട്ട് പോവുക അങ്ങനെ ഇങ്ങനെയുള്ള. മാഷാഅല്ലാഹ് നല്ല ഇത് അടിപൊളി. അത് നമ്മൾ നാഷണൽ മ്യൂസിയമിലുള്ള അത് ക്ലോസ് ആയിന്, ഈദ് ഉൽ ഫിത്തർ ആയിന്. പക്ഷെ അതെന്ത് നോക്കാൻ ഞങ്ങൾക്ക് ആടെ പോവാം. ആടുന്നു ഞങ്ങൾക്ക് ഡൗട്ട് അത് ഓപ്പൺ ഉണ്ടാവില്ല, വെറും പിക്ചേഴ്സ് എടുത്തിട്ട് വരേണ്ടി വരും. പാർട്ട് ഓഫ് ഹെറിറ്റേജ് അല്ലേ? വണ്ടി അലൗഡ് ഇല്ല. വണ്ടി അലൗഡ് ഇല്ലേ? നമുക്ക് ഓന്റെ പുറം വെച്ചിട്ട് നമ്മൾ വണ്ടീൻ്റെ ഫോട്ടോ എടുക്കാം. ഇതാണ് അൽ ആലം പാലസ് ഓർ ദ ഫ്ലാഗ് പാലസ്, which serves as ceremonial and stage guest palace. The foreigners dignitaries വരുമ്പോൾ വെൽക്കം ആക്കാനുണ്ടായത് പാലസ്. This is what it's mentioned. And the one you see now, this is
the mosque. It's the Ali Musa Mosque. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം അടിച്ചിട്ട് ഇപ്പോൾ പോകുന്നുള്ള സിറുച്ചാനാട്. സിറുച്ച ഫോൺ എടുക്കുന്നില്ല, സിറുച്ചാൻ്റെ ലൊക്കേഷൻ അറിയില്ല. ഫോൺ എടുക്കാത്ത റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2-3 പ്രാവശ്യം ഒമാൻ വരൂ എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിന്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വന്നിട്ടില്ല എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ ഇന്നലെ ബാബിൻ്റെ സ്റ്റോറിയിൽ ഒരു ലൊക്കേഷൻ ഉണ്ടായി. ആ ലൊക്കേഷനിലേക്കാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ചിലപ്പോൾ അതേ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട്. യഹിയൂജും സാമാവാത്തും പുറാക്കിയിലേറി. സിറുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് യഹിയൂജും സമാവാത്തും ബുറാക്കിലേറിയ അവസ്ഥയാണ്. ഇത് ഏഴടാ ഗുഡസൂറ. ആളെ കിട്ടിയേക്ക് എല്ലാരും ഉണ്ട്. എന്നാ പറയണ്ടേ? എന്ത് പറയാനത് വന്നിട്ടുണ്ട് മാലക്കെട്ട്. ബാക്കിയെല്ലാം നമുക്ക് വിശേഷമായിട്ട് പിന്നെ കാണാം. ഇസ്മായിലിക്ക ഒമാനിന്ന്. അപ്പം ഞങ്ങൾക്ക് സിറുച്ചാനെയും കിട്ടി, ബാബിനെയും കിട്ടി. അങ്ങനെ സിറുച്ചാൻ്റെ ബ്രദറിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെ പെരുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഇവിടെ MRA ബേക്കറി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ആടത്തേക്ക് പോകുന്നത്. ഇവർക്ക് നമ്മളെ മണമില്ലാണ്ട് നടക്കൂല. അതിൻ്റെ ഏറ്റവും 108 അഭിപ്രായം. മക്കള് കൊറേ നാളായി ഒമാനിലേക്ക് വരുന്ന പറഞ്ഞിട്ട് വന്നിട്ട് ഇതാ കാണുന്നില്ല, മിന്നലും ബാക്കിലും. നമുക്ക് റൂമിൽ നിൽക്കാൻ കഴിയുന്നില്ല, റോട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ 2 വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോ തന്നെ എന്താക്കിയായിരിക്കും ഷാർജന്റെയും ദുബൈന്റെയും ട്രാഫിക് അങ്ങനെ കൊണ്ടിടും. ഞാനിപ്പോ എന്റെ 13 കൊല്ലത്തെ ഒമാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് വല്ലാത്ത ഷാർജന്ന് ദുബായിക്കുള്ള ട്രാഫിക്. ഇനി വരണ്ട മക്കളെ ഇങ്ങോട്ടല്ല പോയല്ലേ ട്രാഫിക് തന്നെ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ട്രാഫിക്കിലെ വൈൻഡപ്പ് ആക്കുന്നത്. അപ്പോൾ നാളെ കുറച്ച് പ്ലാൻസ് എല്ലാം ഇട്ടിന് നമ്മൾ 4 ആള്. അങ്ങനെ if you like this video, please don't forget to like, share and subscribe. ഞാനൊന്നും അറിയില്ല. ഞാൻ ഇന്നലെ നട്ടപ്പാത്രക്ക് 3 മണിക്ക് വന്ന് എത്തുമ്പോഴേക്ക് ഈറ്റിങ് ഞാൻ ലൊക്കേഷൻ വായിച്ചിട്ടില്ല, പേരും ഈറ്റിങ് വന്നിട്ട് എൻ്റെ ബാക്ക് മറ്റേ കുച്ചിൻ്റെ ബാക്കിൽ വന്നിട്ട് നിൽക്കണമെങ്കിൽ എന്താ അതിർപ്പത്തിൻ്റെ മനുഷ്യന്മാർ 2 പാടി പുതുനാരിയേ